സങ്കരയിനം പശുക്കളിൽ കുളമ്പ് രോഗം ഇന്ന് വ്യാപകമായി കാണുന്നുണ്ട്. വൈറസ് ബാധ ആയതുകൊണ്ട് ഇതിന് ഫലപ്രദമായ ചികിത്സ ഇല്ല എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് എല്ലാ 6 മാസത്തിലൊരിക്കലും നിങ്ങളുടെ കന്നുകാലികളെ പ്രതിരോധ കുത്തിവയ്പ്പിന് ഹാജരാക്കണം. എങ്കിൽ മാത്രമേ കേരളത്തെ നമുക്ക് സമ്പൂർണ്ണ കുളമ്പ് രോഗ നിയന്ത്രണ മേഖലയാക്കാൻ പറ്റൂ. അല്ല ഡോക്ടറെ, അപ്പൊ പശുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണോ? മുൻപ് അങ്ങനെ ആയിരുന്നല്ലോ, അതാ ചോദിച്ചേ. അത് വേണ്ട. ഈ ഒരു പ്രതിരോധ പ്രവർത്തനത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർ എന്നുള്ള നിലയ്ക്ക് എനിക്കാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എല്ലാവരെയും വന്ന് കാണും. നിങ്ങളുടെ പശുക്കളുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കും. അതുപോലെ അല്ല, ചോദിച്ചെന്നേ ഉള്ളൂ. എന്നാ നമുക്ക് പിരിയാം. താങ്ക് യു. യൂണിഫോം എടുക്കും. താനും കൂടെ ഒരു ചായ കൊടുത്തേ. സാറേ നമുക്ക് യൂണിഫോം ഇല്ലാതെ അകത്ത് നിന്ന് എന്റെ പണി പോവും. യൂണിഫോം ഇട്ടിട്ട് വരാം. 2 മിനിറ്റ്. ഡ്യൂട്ടീസ് ഫാസ്റ്റ്. ഡോക്ടറെ, ഇതാണ് സന്തോഷ്. ഇന്നലെ പറഞ്ഞിരുന്നല്ലോ. അതെ അതെ. ഫാമൊന്നും തുറന്നില്ലേ? അത് സാർ അങ്ങനെയൊന്നുമില്ല, വീട്ടിലുള്ളത് വേറൊരു ഷെഡിലേക്ക് മാറ്റി, അത്രേ ഉള്ളൂ സാർ. അല്ല, അത് ചെറുത്. ഇപ്പം വലിയ ഫാം മുതലാളിയാണ്. അങ്ങനെയൊന്നല്ല സാർ. സാർ ഇതൊന്ന് പരിശോധിക്കണം. സാർ ഒന്ന് സൈറ്റ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഓക്കെ ആണെങ്കിൽ കുറച്ചുകൂടെ പശുവിനെ വാങ്ങിക്കണം സാർ. ഞാൻ വന്നോളാം. പ്രൊജക്ട് റിപ്പോർട്ട് കംപ്ലീറ്റ് ഇല്ലല്ലേ? ഉണ്ട് സാർ. ഈ മിണ്ടാപ്രാണികളെ സ്നേഹിച്ച അതിന്റെ കൂടെ എപ്പോഴാലും കിട്ടും. സത്യം. സാർ ലഡു സാർ. ബാക്കി എല്ലാവർക്കും കൊടുക്കും. അല്ല സാർ, സാറിന് തന്നെ ആദ്യം തരണം എന്നുള്ളതുകൊണ്ട്. എനിക്കൊരു തന്നില്ല, അമ്മയാണ് തന്നെ. ഷുഗർ ആയതുകൊണ്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കും. എനിക്ക് ഷുഗർ കുറവാണ്. എനിക്കറിയാം. ഇത് ലഡു മാത്രമേ ഉള്ളൂ. അല്ല, വൈകിട്ട് വേറെ കാണാം ഇല്ലേ? ഓക്കെ സാർ. നട. നിന്റെ ഭ്രാന്ത് ഇത് തീർന്നില്ലേ? എന്ത് ഭ്രാന്ത്? മിൽമ ഭ്രാന്ത്. ആഹാ, അപ്പൊ ഈ അസുഖം നേരത്തെ ഉണ്ടായിരുന്ന? എന്താ അസുഖം? മിൽമ ഭ്രാന്തേ. മതിയടാ. ഇവിടെ ഗൾഫിൽ നിന്ന് ഒരു ആത്മാർത്ഥ സുഹൃത്ത് വരുമ്പോ അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു സമ്മാനം കൊണ്ടുവരും, ഒരു മിഠായെങ്കിലും. ഒരു നാണമില്ലാതെ വന്നിരിക്കുക. ഞാൻ നിന്നെ കുറച്ച് പൈസ കടം വാങ്ങാന്ന് പറഞ്ഞാണ് വന്നത്. അപ്പൊ കുറെ സാധനമായിട്ടൊക്കെ വന്നാലേ നീ വിചാരിക്കില്ല ഞാൻ ഭയങ്കര റിച്ച് ആയിരുന്നു. എന്റെ ആരാ? കൂട്ടുകാരൻ. എടാ, നിനക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ നീ ജസ്റ്റ് ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞാൽ പോരെ? അപ്പൊ തന്നെ ഞാൻ പറയില്ലേ എന്ത് കാശില്ല എന്ന്. എന്നാലും ഇവൻ വന്ന കാര്യം എന്റെ പ്രിയപത്നി പറഞ്ഞില്ലല്ലോ. പറഞ്ഞിരുന്നെങ്കിലേ എന്നെ കാണുമ്പോൾ നിന്റെ എക്സ്പ്രഷൻ എനിക്ക് മിസ് ആവൂല. ഐഡിയ. അത് സൂപ്പർ ഐഡിയ. എടാ, കൊണ്ടാട്ടി സൈനബ എന്ന് പറയണം. അവളൊന്നും പറഞ്ഞില്ല. പിന്നെ അവൾക്ക് വിശേഷമുണ്ട്. ആഹാ, നീ ഇടയ്ക്കിടയ്ക്ക് വിശേഷം ഉണ്ടാക്കാണ് ഈ വരുന്നത്. ഈ സമയത്തല്ലേ നമ്മൾ അവളുടെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കും. അത് സത്യം അല്ലേ? എടാ, പിന്നെ നമ്മള് ഓരോന്നും സംസാരിച്ചോണ്ടിരുന്നപ്പോഴേ മിത്രയായിട്ട് നിങ്ങളുടെ പ്രണയത്തിലെത്തി. എടാ, അമ്മ ഉണ്ടായിരുന്നില്ലേ? ഓ, അമ്മയ്ക്കൊന്നും അറിയാത്തവരെ. എടാ, അമ്മയ്ക്ക് അറിയാം, എന്നാലും എന്തൊരു നാണം. അതെ കസംഭായി, ഈ ഡോക്ടർ ഇങ്ങനെ പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോഴേ ഇങ്ങനെ പറയട്ടാ. പറ, ചുമ്മാ ഇല്ല, പറഞ്ഞോ. വേണ്ട, പറയടാ. അല്ല, പറയുന്നേ. എടാ, പറഞ്ഞ അറിയാലോ. പറ നീ. നാണം.
ദാണ്ട്ര മിൽമയുടെ ഐസ്ക്രീം കുടിക്കാനുള്ള പോക്കാ. കേറാ. എൻ്റെ പ്രിയപ്പെട്ട മിത്രക്കുട്ടിക്ക്. ഏയ് അത്രയ്ക്കൊക്കെ വേണോടെ? മിൽമ ഐസ്ക്രീം അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്ന ആളല്ലേ, അവൾ റൊമാൻറ്റിക് ആയിരിക്കും. ശരിയാണ്, ആയിരിക്കും. അടാ എൻ്റെ മിത്രക്കുട്ടിയുടെ കാര്യത്തിൽ ഞാൻ അത്രയ്ക്ക് പൊസസീവ് ആയിരിക്കും. കുട്ടിക്ക് എന്നെയാണോ കൂടുതൽ ഇഷ്ടം അതോ മിൽമയുടെ ഐസ്ക്രീമാണോ? ഐസ്ക്രീം ഇങ്ങനെ കഴിച്ചാൽ ഷുഗർ വരുമോ എന്ന് ഞാൻ അന്വേഷിച്ചു. മിൽമയുടേതായതുകൊണ്ട് പരിശുദ്ധമല്ലേ, ഒരു പ്രശ്നവുമില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് സമാധാനമായത്. നമ്മുടെ മധുരാവുകളിൽ ഞാൻ എൻ്റെ മിത്രക്കുട്ടിയുടെ മേൽ ഐസ്ക്രീം കൊണ്ട് കുളിർ മഴ പെയ്ക്കും. ഐസ്ക്രീം പോലെ മധുരമുള്ള കുളിർമയുള്ള മറുപടിക്കായി പ്രണയപൂർവ്വം മിത്രയുടെ ഗോപകുമാരൻ. എന്നെ കൊണ്ട് പറ്റും തോന്നില്ല. അളിയാ നീ ഇങ്ങനെ നെർവസ് ആവല്ലേ, ഒന്നുമില്ല. ദാണ്ട ഇത്രേ ഉള്ളൂ. കൊടു. എന്നെ കൊണ്ടാവില്ല, നീ കൊടു. നീ എന്റെ ചങ്കല്ലേ, ഞാൻ കൊടുക്കാം. പെടുന്നു. ഇത് വായിച്ചിട്ട് മറുപടി തരണം. എനിക്കൊന്നും വേണ്ട. നീ തന്നിട്ട് പോയാ മതിയടി. മിത്ര, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. ആ ഹസന്റെ വക്കാലത്തുമായിട്ട് വന്നതല്ലേ? അല്ല, അത് അവന്റെ കത്തല്ല. അവനല്ല അടിക്കേണ്ടത്, എന്നെയാണ്. ധൈര്യം ഉണ്ടെങ്കിൽ അടിക്ക്. എന്താ എന്നെ അടിക്കാൻ ധൈര്യമില്ലേ? ധൈര്യമൊക്കെ ഉണ്ട്. ആ കത്തെവിടെ? എന്തിനാ? എനിക്ക് ഗോപേട്ടനെ ഇഷ്ടാ. ഏ